പണ്ട് ആത്മീയതയിൽ അത്രയ്ക്കും അഹങ്കാരമുള്ള ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. അയാളിങ്ങനെ ഗ്രാമത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കശാപ്പ് കട കണ്ടിട്ട് ആ കടയിൽ കയറി. അവിടെ അജ്ഞതയും മാലിന്യവും മാത്രമേ കാണുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ആ ബ്രാഹ്മണൻ അങ്ങോട്ട് കയറിയത്. തൻ്റെ അഹങ്കാരം അവിടെ കാണിക്കാമെന്ന് വിചാരിച്ച് ആ കശാപ്പ് കടയിലേക്ക് കയറി ചെന്ന അദ്ദേഹത്തിന് പക്ഷെ അവിടെ കണ്ടത് ഇപ്രകാരമാണ്: ആ മാംസം വിൽക്കുന്ന മനുഷ്യനിൽ ആഴമായിട്ടുള്ള വിനയം, ധർമ്മത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവ്, യഥാർത്ഥ സാക്ഷാത്കാരം എന്നിവ കാണാനിടയായി. ഇത് ബ്രാഹ്മണൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു കശാപ്പുകാരനിൽ ഇത്രയും ആത്മീയതയോ അല്ലെങ്കിൽ ഇത്രയ്ക്കും വിനയത്തോടു കൂടിയുള്ള ഒരു പെരുമാറ്റമോ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ആ കശാപ്പുകാരൻ ബ്രാഹ്മണനോട് പറയുകയാണ്, താൻ ഈ തൊഴിൽ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല, പക്ഷേ മാതാപിതാക്കളെ നോക്കണം, തന്നെ ചുറ്റിപ്പറ്റി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, അങ്ങനെ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ ജോലി ചെയ്യുമ്പോഴും ഞാൻ ഭക്തിയോടെ ഓരോരുത്തരും മാംസം വാങ്ങാൻ വരുമ്പോഴും അത്രയ്ക്കും വിനയത്തോടും കൂടിയാണ് അവർക്കത് കൊടുക്കുന്നത് എന്ന് കശാപ്പുകാരൻ ബ്രാഹ്മണനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ബ്രാഹ്മണന് അയാളോട് തന്നെ ഒരു അവജ്ഞ തോന്നുകയാണ്. കാരണം ഒരാളുടെ ബാഹ്യധർമ്മം അല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള ബോധമാണ് പ്രധാനമെന്ന് ബ്രാഹ്മണനപ്പോൾ മനസ്സിലായി. കാരണം ആ കശാപ്പുകാരൻ ബാഹ്യമായിട്ട് നമുക്ക് കാണുമ്പോൾ അശുദ്ധനാണെങ്കിലും ഭഗവാനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടു കൂടിയാണ് ജീവിക്കണത്. തൻ്റെ കച്ചവടം പോലും ഭഗവാനിൽ ഉറപ്പിച്ച് ഭക്തിയോടെയാണ് ആ കശാപ്പുകാരൻ ചെയ്തു പോരുന്നത്. പോരാത്തതിന് ഇതെല്ലാം അയാൾ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്കും തന്നെ ആശ്രയിക്കുന്നവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്. മാതാപിതാക്കളെ സേവിക്കുന്നതും ഒരുതരം ഭക്തിയാണ്. നമ്മൾ ഏതൊരു ജോലി ചെയ്യുകയാണെങ്കിലും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഭഗവാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ കശാപ്പുകാരനിൽ നിന്നും ബ്രാഹ്മണൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അജ്ഞത മാറ്റി ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി.